ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അമ്മാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് എനിക്കറിയാം, വയനാട്ടിലെ മാനന്തവാടി താലൂക്കിലെ തൊണ്ടനാട് പഞ്ചായത്തിലെ കുഞ്ഞോം പ്രദേശത്താണ്. നമ്മളടുത്തൊരു നാട്ടുവൈദ്യം പച്ചമരുന്ന് ചികിത്സ ചെയ്യുന്ന ബാബു വൈദ്യരുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പേര്? എൻ്റെ പേര് ബാബു, നെരുൽപ്പുഴ കുഞ്ഞോ. ഞാൻ 25 വർഷമായി ക്യാൻസർ മൂലമുള്ള അപൂർവ രോഗത്തിന് ചികിത്സ ചെയ്യുന്ന ആളാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് പോവുകയും അസുഖം ഭേദപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം വന്നത് ഇവര് കുറ്റ്യാടി പേരാമ്പ്ര ഉള്ള ഓറാണ്. എത്ര ദിവസം നമ്മൾ ജനുവരി മാസം 18-ാം തീയതി ആണ് വന്നത്. വരുമ്പോൾ ഏകദേശം ആ കാലിൻ്റെ ഇത്രയും ഭാഗത്ത് ഇങ്ങനെ വലിപ്പ് ഇത്രയും വട്ടത്തിൽ ഇങ്ങനെ വ്രണമായിരുന്നു. ഇത്രയും വട്ടത്തിൽ അത് പിന്നെ വൈദ്യത്തിന്റെ മരുന്ന് എന്നും ഞങ്ങൾക്ക് വരാൻ ഇത് എത്ര വർഷമായിട്ടുള്ള മുറിവ്? ഇതിപ്പം 21 വർഷമായിട്ടുള്ള മുറിവാണ്. അത് ഉണങ്ങിയിരിക്കുന്ന അവസരത്തിലാണ് ഇത് വീട്ടിൽ എന്തോ വിഷത്തിന്റെ സംഗതി തൊട്ടിട്ടാണ് ഇവിടെ വരുന്നത്. പഴുത്ത് മറ്റു വിഷകാരികളുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞിട്ട് അതെല്ലാം കൂടി ചെയ്ത് കുരുമുളകിന്റെ വട്ടത്തിലുണ്ടായിരുന്നു വലുപ്പമായിട്ട് ഞാൻ കാണിച്ച അത്രയും വട്ടത്തിലായി. അങ്ങനെയാണ് ജനുവരി 19 ഇവിടെ വൈദ്യന്റെ അടുത്ത് വരുന്നത്. അവിടെ വന്ന് അന്ന് മുതൽ ഇങ്ങനെ ചികിത്സിക്കുന്നതാണ്. വന്നു കണ്ടു, ആദ്യം വൈദ്യം തന്നെ മരുന്നിട്ടു. മരുന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്നും വരാൻ പ്രയാസമായതുകൊണ്ട് ആഴ്ചക്കാഴ്ചക്കുള്ള മരുന്ന് ഞാൻ വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെ ചെയ്തതോടെ കുറേശ്ശെ കുറഞ്ഞ് ഇപ്പൊ അത് പൂർണ്ണമായിട്ട് രണ്ട് കറക്റ്റ് ഈ കാണുന്ന ഈ ഭാഗത്ത് മാത്രമേ ഇപ്പൊ ഉള്ളൂ ചെറുതായിട്ട് ഉണങ്ങാനായിട്ട്. ബാക്കിയെല്ലാം പൂർണ്ണമായിട്ട് ഉണങ്ങിയതാണ്. വലുപ്പത്തിലുള്ള ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് കുറെ ഹോസ്പിറ്റലൊക്കെ കാണിച്ചായിരുന്നു. 3-4 വൈദ്യന്മാരുടെ അടുത്ത് ഡോക്ടർമാരുടെ അടുത്തൊക്കെ കാണിച്ചു. അവരൊക്കെ വേറെ എന്തോ പഴുതാര കടിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചികിത്സ ചെയ്തത്. അപ്പൊ അതൊന്നും അല്ലായിരുന്നുള്ളതാണ് പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അത് മനസ്സിലായി. ആദ്യം വെരിക്കോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് ഈ അങ്ങനെ വന്ന് ഭേദമായിട്ട് ഉണങ്ങിയ സ്ഥലമാണത്. അത് പിന്നെയും ചിലപ്പോൾ വർഷത്തിലേക്ക് വീണ്ടും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരും. അങ്ങനെ ഉണങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത സ്ഥലത്തിലാണ് ഒരു ദിവസം എന്തോ കടിച്ചതൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ചെറിയൊരു ഇങ്ങനെ സൂചി കൊണ്ട് കുത്തുമ്പോൾ തോന്നിയത് ഇച്ചിരി വലുത്. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി വൈദ്യന്റെ അടുത്ത് പോയി മാറി പലരുടെ അടുത്ത് പോയപ്പോഴേക്ക് ഇത് സംഗതി ഞാനീ പറഞ്ഞ വലുതായി. അങ്ങനെയാണ് പിന്നെ യാദൃശ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ കണ്ടു ഇവിടെ വന്ന് ഞാൻ ഭേദമാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവര് വയനാട്ടിൽ ആദ്യം നമ്മൾ മക്കിയാട് ജയം വൈദ്യരടുത്ത് പോയിട്ടാണ് ഇവര് ചെയ്തു. അപ്പൊ അവിടുന്ന് വ്യത്യാസം കണ്ടില്ല. അപ്പൊ അവര് പറഞ്ഞു, ജയം പറഞ്ഞു മട്ടിലെത്ത് ഗോപി വൈദ്യരുടെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ശരിയാവും. അങ്ങനെ ചെറിയ ഈ വെരിക്കോസിന്റെ ഇത് കുറഞ്ഞിരുന്നു. ഈ വിഷത്തിന്റെ തൊട്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവരെ ആരെയും പരിചയമില്ല. ജയമൈദ്യന്റെ അടുത്തിരുന്നത്. അപ്പൊ മൂപ്പര് ആണ് അവിടുന്ന് ഒരു ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ മട്ടിലയത്തുള്ള ഗോപി വൈദ്യത്തിൽ പറഞ്ഞ ആളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പറഞ്ഞു വിടാനായിട്ട് നിലവിൽപ്പുഴ വന്നു കഴിഞ്ഞിട്ട് പിന്നെ യാദൃശ്യമായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹത്തിന്റെ ഓട്ടോ വിളിച്ചാണ് പോകുമ്പോ ഇദ്ദേഹം കാല് കാണാൻ പറഞ്ഞു കാണിച്ചു. അങ്ങനെ അതൊരു ദൈവാനുഗ്രഹം തന്നെയായിരുന്നു. അത് ഒരു നല്ല ലക്ഷണമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഞങ്ങള് പിന്നെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ അതിന്റെ ഇതൊക്കെ കാണിച്ചപ്പോ ഞങ്ങൾക്ക് അതൊരു വിശ്വാസം വന്നു. അങ്ങനെ തിരിച്ച് അങ്ങോട്ട് വന്ന് മൂപ്പരുടെ അടുത്തേക്ക് വരികയായിരുന്നു. അങ്ങനെയാണത് സന്തോഷമായി, ഹാപ്പിയായി. ഇനി എത്ര പ്രാവശ്യം വരണം? ഇനിയിപ്പോ ഇനി ഏകദേശം വന്നോ പിന്നെ പൂർണ്ണതയിൽ ഉണക്കം കൊണ്ടായി. ഇനി ആ ഉണങ്ങിയത് ഇനി അത് പിന്നെ പറഞ്ഞു പോകാനേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഭേദമായി. പൂർണ്ണമായിട്ടും ഉണക്കം വന്നു. ഇനി ഞരമ്പിന്റെ ഒരു ഇതും കൂടി വരാനുണ്ട്. 1 മാസത്തിന്റെ ഉള്ളിൽ സംഭവം ഭേദമായി. 1 മാസത്തിൽ കൂടുതൽ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് 2 മാസം അല്ലേ? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഇപ്പൊ ഈ 19-ാം തീയതി നമ്മൾ 3 മാസമാണ് നമ്മളെ കണക്ക്. ഒന്നാമത് ഇതിന് പിന്നെ പച്ചമരുന്നാണല്ലോ. പിന്നെ ആ കാലിന് കൂടുതൽ പ്രശ്നം വന്നത് മരുന്നുകൾ, അനാവശ്യമായിട്ടുള്ള മരുന്നുകൾ വെച്ചുകൊണ്ടാണ് ഈ കൂടുതൽ വ്രണം കൂടിയത്. ഇവിടെ വരുമ്പോൾ ഏകദേശം എല്ല്
അത്രയും ഭാഗത്തിൽ കുഴിയായിരുന്നു. കുഴിയായി. പക്ഷെ ഇത് വയനാട്ടിൽ ഈ ചികിത്സ ചെയ്യുന്നത് ആരും തന്നെ ഇല്ല. ഇത് എല്ലാവരും പറഞ്ഞ് ക്യാൻസർ അങ്ങനെ പോലത്തുള്ള അസുഖങ്ങളാണ്. ഇവിടെ വന്നിട്ട് പല ആൾക്കാരും കാല് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ആ പക്ഷെ അന്ന് നമുക്ക് ഈ വീഡിയോകളോ ഇപ്പൊ നമ്മൾ ഈ ചാനൽ മറ്റേ കുറെ കാണുന്ന എല്ലാം പിന്നെ അത്ര ഒരു ഇതൊന്നല്ല. പക്ഷെ ഇത് നമുക്ക് തെളിവ് സഹിതം കൊടുക്കാൻ കഴിയും. പിന്നെ മൂപ്പർ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നാ മതി അന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഭാഗത്തുള്ളത് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇപ്പൊ സുഖമായി. എന്തിനൊക്കെ പിന്നെ ചികിത്സ ചെയ്യുന്നേ? ഞാൻ ഒരുപാട് അസുഖത്തിന് ചെയ്യും. പക്ഷെ എങ്ങനെയാ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അതോ പാരമ്പര്യത്തിൽ ഉള്ളതായിരുന്നു? പക്ഷെ പാരമ്പര്യത്തിൽ ഇവർക്ക് ഇത് നോക്കിക്കൊണ്ട് നടക്കാനും കഴിയാത്തതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതൽ ഇതെടുത്ത് വെച്ചു. പാരമ്പര്യ നാട്ടുവൈദ്യ പച്ചമരുന്ന് എങ്ങനെയാ അത്? അതെ, പാരമ്പര്യമായിട്ടുള്ള മരുന്നാണ്. പക്ഷെ ഇത് കൈമാറി തലമുറ കൈമാറി കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോ ഞാന് മരുന്ന് എടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ആ മരുന്നും കൂടി അങ്ങനെയാണ്. നമുക്ക് മറ്റൊന്നും ഈ അത്ര കാര്യം കള്ളത്തരം ചെയ്യാൻ അറിഞ്ഞോളാം. മറ്റ് നമ്മുടെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഓരോ മരുന്ന് കൈയില്ലാന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മരുന്ന് പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് അതൊക്കെ അങ്ങാടിപ്പെട്ടി വെച്ച് വെക്കും. ഇവർക്ക് ഇത് ശരിയായ മരുന്നല്ലാതെ ബോധ്യപ്പെട്ടാൽ ഇവർ പറിക്കുകയില്ല, ചെയ്യുകയില്ല. അതായത് ഈ വിഷം പല വിധത്തിൽ ഉണ്ടാവാം. അല്ലെങ്കിൽ മൂർക്കം കടിച്ചിട്ട് വരും, കോണിയും കടിച്ചിട്ട് വരും. കോണീനാണ് ഏറ്റവും കൂടുതൽ. വിഷത്തിന്റെ എന്താണെന്നുള്ളത് അതോട് പറഞ്ഞില്ല. പിന്നെ ഈ കോണിയും കടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വ്രണം പെട്ടെന്ന് അത് വിഷം കൂടുതൽ ഒരുപാടുള്ള ഈ കോണീന് അതിന് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ വേഗമാകാത്തത്. നമുക്ക് ഈ ഇത് എന്താണ് കടിച്ചു എന്നുള്ളത് നമുക്ക് എന്താ കറക്റ്റ് കിട്ടപ്പോൾ ആ സാധനമാണ് നമ്മൾ പിന്നെ ആളെ വിട്ടിട്ട് പറിച്ച് കൊണ്ടുവന്ന് ശേഖരിച്ചിട്ട് മരുന്ന് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ അസുഖം മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് സുഖമാകപ്പെട്ട് അങ്ങനെ ഓടി വന്നിട്ട് അങ്ങനെ ഇത് പോവില്ല. പിന്നെ ഞങ്ങൾ പരമാവധി ഒരു 3 മാസം എന്തായാലും നമ്മൾ കണക്ക് കൂട്ടിയ 3 മാസത്തിന്റെ പച്ചമരുന്നാണല്ലോ. അല്ല, അത് നമുക്കറിയാം, നമുക്ക് ബോധ്യമുണ്ട്. ഇത് ഈ വർഷത്തിൽ ഇങ്ങനെ ഈ വെരിക്കോസിന്റെ ഇത് വരുന്നതുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെയാണ് വരുന്നത്. അവിടെ വരും, പൊട്ടി ഉണങ്ങും. ഒരു 2-3 മാസം കൊണ്ട് അത് ഉണങ്ങും. അപ്പൊ നമുക്ക് പ്രാക്ടീസായി ശരിക്കും 22 വർഷം ആയിട്ട്. അപ്പൊ അവിടെ തന്നെയാണ് ഈ പറഞ്ഞ വിഷപ്പുല്ല് എന്ന് പറയുന്ന ഇവര് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാധനം കിട്ടിയത്. ഇങ്ങനെ 100 പോലെ റൗണ്ടായിട്ട് കിടക്കുന്ന ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അത് കടിച്ചാണ്. അത് ചിലർക്കത് ഏക്കും, ചിലർക്ക് ഏക്കില്ല. നല്ല വിഷമുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അപ്പൊ അത് കൃത്യ സ്ഥാനത്താണ് കടിച്ചത്. അതിപ്പോൾ ഞങ്ങൾ ആദ്യം പോയ ഡോക്ടറോ കടിച്ചാണെന്നുള്ള വിശ്വാസത്തിൽ അവർ ചെയ്തു കൂടി. ശരിയായി. 6ാമത്തെ ആളടുത്ത് മരുന്നിടാം. ഇനി നമുക്ക് മരുന്ന് ഇട്ട് നോക്കാം. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല കേട്ടോ. മേലോട്ടത് പൊള്ളിയതാണ് കാല്. അത് മരുന്ന് വെച്ചിട്ട് പൊള്ളി പോയ പല മരുന്നാണല്ലോ. ഈ പല മരുന്നും വെച്ചിട്ട് അവര് വിചാരിക്കും പെട്ടെന്ന് അങ്ങ് കരിക്കാന്ന്. ഇവര് എന്തൊക്കെ മേലെ കരിക്കും. ചില ആൾക്കാർ ഉള്ളിലുണ്ടാവും, ഇത് പഴുക്കും. കണ്ടോ, ഉണങ്ങിയിട്ടുണ്ട്. പേടിക്കാനൊന്നും. ആദ്യം ഇവിടെ ഇത്രയും ഭാഗങ്ങളിലെല്ലാം നമുക്ക് പൊഴിഞ്ഞു പോയത്. പൊഴി കംപ്ലീറ്റ് എല്ലാം നിന്ന് പോയില്ലേ. ഇതുപോലത്തെ കാര്യങ്ങൾ. അപ്പോൾ വൈദ്യരുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മൂപ്പരായിട്ട് ബന്ധപ്പെടാൻ. മൂപ്പരെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മൂപ്പരെ വിളിച്ച് ചോദിച്ചിട്ട് സമയമൊക്കെ നോക്കിയിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ. മൂപ്പര് എപ്പോഴും ഇവിടെ വീട്ടിൽ ഉണ്ടാവണമെന്നില്ല.